ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. രാവിലെ നമുക്ക് ദോശയായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് വെയിലുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു മൂടി പിടിച്ചിട്ടായിരുന്നു കേട്ടോ. ഇനി ഫുഡൊക്കെ ആയിട്ട് വേണം നമുക്ക് ലൈവ് പോകാനൊക്കെ ഉണ്ട്. ഇത് ലൈവ് പോണ ദിവസമാണേ. അപ്പം അതുകൊണ്ട് ഈ ഫുഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറാക്കി വെച്ചു. ഞാൻ വിചാരിച്ചത് ഈവനിങ്ങിൽ വ്ളോഗ് എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഈവനിങ്ങിൽ റേഷൻ കടയിലൊക്കെ പോകണം എന്നുണ്ട്, പുറത്ത് പോകണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അപ്പനി വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കഷ്ടമാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉച്ച മുതലാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചു കേട്ടോ. പിന്നെ പുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേണ്ട, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് കുഞ്ഞൊരു ലഞ്ച്, അത് സൂപ്പർ ഒരു ചിക്കൻ്റെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി എന്തെങ്കിലും ആക്കി ഒരു ഉപ്പേരിയൊക്കെ ആക്കി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വെയിൽ നോക്ക്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. 2 ദിവസമായിട്ട് വലിയ കുഴപ്പമില്ല. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് മൂടി പിടിച്ച് മഴ വരും കേട്ടോ. അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയണത് കേട്ടോ. നമ്മളിനി പറഞ്ഞിരിക്കണില്ല, നമുക്ക് ഇവിടെ ഇരുട്ടാവും കേട്ടോ മക്കളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടില്ല, പറഞ്ഞു നിൽക്കണില്ല. നമുക്ക് വേഗം മാവുണ്ടാക്കാം, ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കി നോക്കാം കേട്ടോ. ലൈറ്റ് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് ഞാൻ റിംഗ് ലൈറ്റ് എടുത്തിട്ട് വരാം. മൊത്തത്തിൽ ഇവിടെ ഒരു ഇരുട്ടുണ്ടാ. ഓക്കെ, റിംഗ് ലൈറ്റ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണാവും. വീണ്ടും നമുക്ക് കുക്ക് ചെയ്യാം, കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനതൊന്ന് കുത്തി കാച്ചാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഞാൻ വെച്ചത് ചോറായിട്ടുണ്ട്. ഈ ഒരു സാധനം നമ്മൾ വളാഞ്ചേരിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ എത്രയേ 10-20 രൂപയും കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പം എല്ലാവരുടെ തലയിലുണ്ട്. അപ്പോൾ കാരണം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതൊരു സൈഡിൽ വെച്ചാലും സൂപ്പറാണ്, പക്ഷെ ഇതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ വഴുതനങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം, പറഞ്ഞിട്ട് കാര്യമില്ല. വാങ്ങിയ സ്ഥിതിക്ക് നമ്മൾ കിറ്റിൽ വാങ്ങുമ്പോഴല്ലേ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും അല്ല കിട്ടുക, ഇഷ്ടമില്ലാത്ത സാധനങ്ങളാവും കിട്ടുക. അത് വിചാരിച്ചത് നമുക്ക് ഇഷ്ടമല്ലാന്ന് വിചാരിച്ചത് കളയാൻ വേണ്ടി കിട്ടുമോ, കളയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ്റെ റെസിപ്പി ഇട്ടത്. ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ. ആക്കി നോക്കണേ. അറിയാത്തവരുണ്ടെങ്കിൽ, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഴുതനങ്ങ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കളയാൻ വേണ്ടിയിട്ട് പറ്റുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കുക വെച്ചാൽ നമുക്കിത് എങ്ങനെയെങ്കിലൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കി അവരെ കൊണ്ട് കഴിപ്പിക്കണം. കളയണ്ടല്ലോ, കളയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കട്ടെ കേട്ടോ. എനിക്ക് വഴുതനങ്ങപ്പേരി എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ പൂജട്ടിക്കൊന്നും വലിയ താല്പര്യമില്ല. കണ്ണക്കുട്ടി കഴിക്കും, അവൻ കഴിക്കും. പൂജട്ടി പറഞ്ഞാൽ മിക്ക പച്ചക്കറികളും കഴിക്കണം. അവിടുത്തെ ഈ വഴുതനങ്ങയുടെ കാര്യം എന്തോ വലിയൊരു പിടുത്തല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനകത്തേക്ക് നോക്കിയിടാം. നമ്മൾ എന്താ പറയുക, ഇത് വെക്കില്ലേ, വഴുതനങ്ങ മീൻ വറക്കണ പോലെ വെക്കില്ലേ, അത്ര ടേസ്റ്റാണ് കേട്ടോ. ഈ പിള്ളേർക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് ഒന്നും പറ്റിയെങ്കിൽ ഒരാൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിലാണ് വലിയ പാട്. ഇറച്ചി മീനാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അത് പിന്നെ ആർക്കും പറ്റാത്തില്ലല്ലോ. ഇതാണെങ്കിൽ പകുതി മുക്കാലും കേടുവാണ് തോന്നി. ഈ വഴുതനങ്ങയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം. കുഞ്ഞതായിട്ട് നമുക്ക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. കത്തി നല്ല മൂർച്ച, അതുകൊണ്ട് പിന്നെ എത്ര അരിഞ്ഞാലും പൊതിയില്ല. എപ്പോഴും പറയാറില്ലേ, അങ്ങനത്തെ ഒരു കത്തിയാണ് ഈ കത്തി. എൻ്റെ നാവ് പോലെ കത്തി, നല്ല കത്തിയാണ്. എൻ്റെ അന്നെ ഇതിനെക്കാട്ടിലും മൂർച്ച എൻ്റെ നാവനെന്ന് പറയും. നാവിനും കൂടെ മൂർച്ച അല്ലെങ്കിൽ ഇവരൊക്കെ കാക്ക കുത്തിക്കൊണ്ടുപോകും അല്ലേ. കുറച്ചൊക്കെ മൂർച്ചയാവാം. അപ്പോൾ അത് വേഗം അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഒരു കഥാണ്. അപ്പോൾ ഞാനത് വേഗം അരിഞ്ഞ് റെഡി ആക്കിയിട്ട് കുക്ക് ചെയ്തുകൊണ്ട് അതിൽ മൊത്തം കേറണം മക്കളെ. കുക്ക് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. ഇപ്പോൾ കുത്തിക്കാച്ചതിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒന്നേന്ന് വെച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പരിപ്പ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചു. പരിപ്പ് വേവിക്കുമ്പോൾ വേണമെങ്കിൽ 2 വറ്റൽമുളക് ഇടാം. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് 2 വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ച് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ അത് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട്, പരിപ്പ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് ആദ്യം പൊട്ടിക്കും.
പൊട്ടിക്കാം. കടുക് പൊട്ടിക്കണ്ടെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച്, എന്തായാലും ചെറുള്ളിയും വെളുത്തുള്ളിയും മതി വേണം. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. കടുക് പൊട്ടിക്കണില്ലെങ്കിൽ ഇപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലും മതി. കടുക് പൊട്ടിക്കുകയാണെങ്കിലും ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേണം. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില, നല്ലോണം മൂക്കട്ടെ കേട്ടോ. ഇത് മൂത്ത് വരുന്ന വരെ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കുക. അതൊന്നൊരു ബ്രൗൺ കളർ ആവണ വരെ അങ്ങനെ ആവട്ടെ കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് അതൊക്കെ ടേസ്റ്റ്. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം നല്ല വില ആയതുകൊണ്ട് നമ്മൾ അത് എടുക്കാണ്ടിരിക്കുകയായിരിക്കും ബുദ്ധി. പരിപ്പ് ഇതാ ഞാനിവിടെ കുത്തി കാച്ചി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ പരിപ്പല്ലാത്തതുകൊണ്ട് കുറച്ച് കുറുകാൻ വേണ്ടിയിട്ട് പാടാം. എന്നാലും ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ആക്കിയോണ്ടാണ് കേട്ടോ. എന്നാലും കുറുകിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചാറ് പോലെ എടുത്തെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കുറുകൽ കൂടും. അപ്പോൾ ഇത് മൂത്തിട്ട് ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒക്കെ നമ്മുടെ ഇതിൻ്റെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ല പിന്നെ വറ്റൽമുളകില്ലേ, അതാണ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും അടിപൊളിയാണ്. അപ്പോൾ എന്നിട്ട് മൂത്ത് വരുമ്പോൾ ഒന്നുമില്ല, അത്ര പാടൊന്നുമില്ല. അതുകൊണ്ട് മൂത്താൽ നമ്മൾ വേഗം നമ്മുടെ പരിപ്പ് കുത്തിയത് വേവിച്ചത് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് എടുക്കണ കൊണ്ട് അങ്ങോട്ട് കൂടെ ഇളകും. ട്രൈപോഡ് വയ്ക്കാൻ വേണ്ടി മടിയാണ് കേട്ടോ അത്. സോറി. അപ്പോൾ എന്താ പരിപ്പ് കുത്തി കാച്ചിയത് റെഡിയായി. ഞാനിപ്പോൾ ഇത് ആക്കി വെച്ചിട്ട് കുറച്ച് സമയമായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തിളച്ചോട്ടെ, അതായിരിക്കും നല്ലത്. കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. അതോടുകൂടി നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പേരി ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരു പാത്രത്തിൽ തന്നെ മാക്സിമം തിരക്കൊക്കെ ആണെങ്കിൽ ഇപ്പുറത്തെ അടുപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര തിരക്കൊന്നുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മെല്ലെ ചെയ്താൽ മതിയല്ലോ. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഈ ഒരു കറി. എത്ര പേർക്ക് ഇഷ്ടമാവും എന്നൊന്നും അറിയില്ല, പക്ഷെ സൂപ്പറാണ്. അങ്ങനെ കുറുന്നനെ ഇരിക്കുന്നതും ഒരു ടേസ്റ്റാണ്. പക്ഷെ ഒന്നും കൂടെ ചാറ് രൂപത്തിലാണെങ്കിൽ ഇത്രയും കൂടി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ചിക്കനിലേക്ക് അടിപൊളിയാണ്. അതുപോലെ ഉണക്കമീൻ വറുത്തത്, ഒരു മുട്ട മസാല ഉണ്ടാക്കണ്ട, അതിലേക്കൊക്കെ ഇത് സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഒന്നും കറി വെക്കാനൊന്നുമില്ലെങ്കിൽ ഞാൻ വേഗം ഈ പരിപ്പ് കുത്തി കാച്ചിയത്, അല്ലെങ്കിൽ നമ്മുടെ മുളക് വറുത്തപ്പുളി, രസം, ഒരു തട്ടിക്കൂട്ടും ഒരു കാച്ചിയതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം കറികളുടെ പെടുന്നത്. ഇതൊന്നും തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. തിള വന്നു കേട്ടോ, അത്രയും മതി. എന്താ വെച്ചിട്ട് എന്ത് കുറുകിയിരിക്കണല്ലേ. ഇനി ഇതിലേക്ക് മാറ്റാം. കറി സെറ്റ്. ഇനി നമുക്ക് അങ്ങോട്ട് ഉള്ളാറിഞ്ഞിട്ടതിൽ എൻ്റെ ഉപ്പേരി വയ്ക്കാം. ചട്ടി ചൂടാവട്ടെ കേട്ടോ. അതുവരെ നമുക്ക് കുറച്ച് നേരം റസ്റ്റ്. വഴുതനങ്ങ ഉപ്പേരിക്ക് വലിയ ബിൽഡപ്പിൻ്റെയോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല, കുത്തി ചവയ്ക്കാനോ ഒന്നുമില്ല. ഇത് നമ്മൾ വേറൊരു ടൈപ്പിലാണ് വയ്ക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള, പച്ചമുളക് അത് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില നാടൻ വേപ്പിലയുണ്ട്, പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ വാടട്ടെ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിന് പാകത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതങ്ങനെ ആയിക്കോളും. അങ്ങനെ ആവട്ടെ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ. സവാളയും പച്ചമുളകും വേപ്പിലയും ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ വാടട്ടെ. അതുവരെ നമുക്ക് ഇത് കഴുകിയിട്ടോ, ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതായിരുന്നല്ലോ. അപ്പോൾ അത് കഴുകിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ട് ഇതൊന്ന് വാടി കിട്ടിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ മസാല ആക്കാം, ഇങ്ങനെയും ആക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കിപ്പോൾ എരിവുള്ളതിന് ചിക്കൻ ഉള്ള കാരണം ഇപ്പം നമ്മളിതിനകത്തേക്ക് ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ആക്കുന്നുള്ളൂ. എന്നിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് അതങ്ങനെ മൂക്കണം. ഇപ്പം ഞാൻ പറയണ ഇപ്പം ഈ പറഞ്ഞ എല്ലാ ഫുഡുകളും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് സൂപ്പർ. പക്ഷെ നമ്മളെല്ലാം ഓയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നമുക്ക് ഒത്തു പോകില്ലല്ലോ, അത്ര വെയിറ്റ് അല്ലേ. തലയിൽ തന്നെ എണ്ണ തേക്കുന്നപ്പോൾ 1-2 ദിവസം കൂടുമ്പോഴാണ്. പക്ഷെ അത്രയും വെയിറ്റ് ആയി വെളിച്ചെണ്ണയ്ക്ക്. കുറയുന്നൊരു പ്രതീക്ഷയില്ല, അവിടല്ലേ വരണത്, ഇനിയിപ്പോൾ കൂടുള്ളൂ. അപ്പോൾ അതൊന്നും കൂടെ വാടി വന്നിട്ടേ നമുക്ക് ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വാടി സെറ്റായി. ഇനി നമുക്ക് വഴുതണങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കാം.
ഇവിടെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തൂല്ലോ. ഇതൊന്ന് വെന്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അങ്ങനെ സിമ്മിൽ കിടന്നിട്ട് എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ 2 പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വയ്ക്കാം. കൂടുതലാവണേലും മുന്നേ കഴുകി വയ്ക്കായിരിക്കും നല്ലത്, എനിക്ക് നല്ലത്. ഉപ്പേരി സെറ്റായി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് വേഗം വാങ്ങുന്ന സമയം ആവാറായി. അല്ലെങ്കിൽ നമ്മൾ ലൈവ് കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കാം. അപ്പോൾ ഉപ്പേരി സെറ്റ്, കറി സെറ്റ്, ചിക്കനായി. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഫുഡ് കഴിച്ചാൽ മതി, എന്നിട്ട് സമാധാനം. പിന്നെന്താ, അപ്പം ഇനി എന്തായാലും ലൈവിൽ കയറിയിട്ട് കഴിക്കാം. സമയമാവണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തിൽ ഇത് കഴിക്കാമല്ലോ. അപ്പം ഞാൻ ലൈവ് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത്. ഇതാ ചോറും, പിന്നെ അതുപോലെ പരിപ്പ് കുത്തി കാച്ചിയത്, വഴുതനങ്ങ ഉപ്പേരി, ബീട്രൂട്ട് അച്ചാർ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം. അപ്പം ലൈവൊക്കെ പോയി വന്നിട്ട് നമ്മളിനി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ പരിപ്പ് കുത്തി കാച്ചിയതുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് കുത്തി കാച്ചിയതും നമ്മുടെ ചിക്കനിലൊരു പീസും എടുത്തിട്ട് പിന്നെ ബീറ്റ്റൂട്ട് അച്ചാർ പറയണ്ട, അതിനേക്കാളും ടേസ്റ്റാണ്. ഇവിടെ പൂജയ്ക്ക് ഒരു അച്ചാറും ഇഷ്ടമല്ല, പക്ഷേ ബീട്രൂട്ട് അച്ചാർ കഴിച്ചു കേട്ടോ, നല്ല ഇഷ്ടമായിരുന്നു ആൾക്ക്. പിന്നെ വഴുതനങ്ങ ഉപ്പേരി അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂട്ടോ, അത് അടിപൊളിയാണ്. എരിവിന് നമ്മൾ പച്ചമുളക് കൂടുതലിടണം, അത്രയേ ഉള്ളൂ. സൂപ്പർ, ഒരു രക്ഷയില്ല. അയ്യപ്പ അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ.